അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ബി ജെ പിയുടെ ഈ മുന്നേറ്റം അത് കൂടുതൽ പ്രകടമാക്കാൻ ഇനിയുള്ള സമയം അത് പൂർണ്ണമായും അത് പ്രയോജനപ്പെടുത്തുമോ? ഇതൊരു ഇന്ധനമാക്കി മാറ്റുമോ? എന്താണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട്? അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നോക്കൂ, അസ്കർ പാർട്ടി അംഗമാണ്. അസ്കറിനെ പോലുള്ള ഒരാൾ തുറന്ന് പറയുകയാണ്. കുറ്റബോധം കൊണ്ട് അദ്ദേഹം ഇപ്പോൾ പല കാര്യങ്ങളും ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ പാർട്ടിക്ക് 10 ദിവസം കൊണ്ട്, CPM 10 ദിവസം കൊണ്ട് ഈ വീഴ്ച പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, താങ്കളുടെ ആദ്യത്തെ ഭാഗം ചോദ്യത്തിൻ്റെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഊർജ്ജമാവുക. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, പഞ്ചായത്ത്, അതായത് ലോക്കൽ ബോഡി ഇലക്ഷനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയം സ്ഥാനാർത്ഥിയുടെ ജനകീയതയാണ്. സ്ഥാനാർത്ഥി ഫിറ്റാണോ അല്ലയോ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്, ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. ഈ സ്ഥാനാർത്ഥികൾ 3 അല്ലെങ്കിൽ അതിലധികമോ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഒരേ നിലവാരത്തിലുള്ളവരാകുമ്പോഴാണ് മറ്റ് വിഷയങ്ങൾക്കൊക്കെ അവിടെ സാധ്യത വരുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ UDF ഭരിച്ച സമയത്ത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ചർച്ചയാവും, തീർച്ചയായും ചർച്ചയാവും. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണവും ചർച്ചയാവും. ഈ രണ്ട് വിഷയങ്ങളും ചർച്ചയാകുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക. അതോടൊപ്പം രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP എല്ലാ തെരഞ്ഞെടുപ്പിലും, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി എല്ലാ തെരഞ്ഞെടുപ്പിലും BJP ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ രാജ്യത്ത് കേന്ദ്ര സർക്കാരുകളും സംസ്ഥാന സർക്കാരും കൂടി ചേർന്ന് നടത്തേണ്ട ഡെവലപ്മെൻറ്റാണ്. അതിന് BJP ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഡബിൾ ഇഞ്ചൻ ഡെവലപ്മെൻറ്റ്. കാരണം കേന്ദ്രം ഭരിക്കുന്ന അതേ പാർട്ടി സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുകൂല സാഹചര്യം, അതാണ് ഇരട്ട ഇഞ്ചിൻ സർക്കാർ, അതാണ് BJP പറയുന്നത്. അപ്പോൾ BJP അതാണ് പറയുന്നത്. പക്ഷേ ഇവരേതാ പറയുകയെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇവർ ചിലപ്പോൾ ഹമാസ് ആയിരിക്കും പറയുക, ചിലപ്പോൾ ഇവർ വഖഫ് പറയും, ചിലപ്പോൾ ഇവർ SIR പറയും. ഇപ്പോൾ കേരളത്തിൽ ഒരു കാലത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2 വർഷമായി ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്നു. ഇസ്രയേൽ പാലസ്തീൻ അല്ല കേട്ടോ, ഇസ്രയേൽ ഹമാസ് യുദ്ധം, ആ വാക്ക് പ്രത്യേകിച്ച് ഉപയോഗിക്കണം. അപ്പോൾ ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് കേരളത്തിൽ വളരെ ഭംഗിയായി 2 കൂട്ടർ ഉപയോഗിച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന അവർക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. അവിടെ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ഹസ്കർ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അവിടെ ഇടതുപക്ഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹമാസ് വിഷയം കത്തിക്കുമ്പോൾ അത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് അത് സ്ഥിരമായി ഗുണം ചെയ്തേക്കാം. പക്ഷേ നിങ്ങൾക്ക് അത് അങ്ങനെ സ്ഥിരമായി ഗുണം ചെയ്യില്ല. കാരണം ഒരു പഠനം നിങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വോട്ട് ബാങ്കിൻ്റെ സാമൂഹ്യ ഘടന എന്താണ്? കേരളത്തിലെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളുടെ സാമൂഹ്യ ഘടനയെപ്പറ്റി നിങ്ങളൊരു പഠനം നടത്തണം. അത് പഠനം നടത്തായിട്ടല്ല, അത് നിങ്ങളോട് പലപ്പോഴും മറന്നു പോകുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആവേശത്തിന് മറന്നു പോവുകയാണ്. കാരണം തങ്ങളുടെ കൈവശമുള്ള ചില പ്രത്യേക വിഭാഗം വോട്ടുകൾ കാലാകാലം അവിടെ ഇരുന്നോളും. അതായത് റോഡ് നന്നാക്കിയിട്ടില്ലെങ്കിലും, കുടിവെള്ളം എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും, വൈദ്യുതി കൃത്യമായി വന്നിട്ടില്ലെങ്കിലും, തെരുവിളക്ക് കത്തിയിട്ടില്ലെങ്കിലും ഈ വിഭാഗം അവിടെ അങ്ങനെ തന്നെ നിന്നോളും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ തരത്തിലുള്ള ഈ ഹമാസ് പോലുള്ള വിഷയങ്ങളിൽ ചാടിക്കേറി പിടിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ വോട്ട് ബാങ്കിൻ്റെ സാമൂഹ്യ ഘടനയിലുള്ള വലിയൊരു വിഭാഗത്തിൽ, ഇത് കെ സുരേന്ദ്രൻ പരസ്യമായി പറഞ്ഞതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴ ജില്ലയിലും കൊല്ലം ജില്ലയിലും ഉണ്ടായ വോട്ടിംഗ് പാറ്റേണിൽ, ചില സമുദായങ്ങളിൽ ഉണ്ടായ വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടായ മാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ്, കേരളത്തിൽ CPMന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന
സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില വിഭാഗങ്ങൾ മാറ്റി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് അത് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രകടമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് തടയാൻ നിങ്ങൾ സ്വീകരിച്ചത് നിങ്ങളുടെ ചില എന്താ പറയുക നിലപാടുകൾ തിരുത്താനല്ല, മറിച്ച് ഈ വിഭാഗങ്ങളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി വേറെ ചില നമ്പർ ഇറക്കിയതാണ്. ഈ വിഭാഗങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ വേണ്ടി വേറെ ചില നമ്പർ ഇറക്കിയതാണ്. അപ്പോഴാണ് 6 വർഷം മുന്നേ നടന്ന ശബരിമലയിലെ കൊള്ള പുറത്തു വന്നത്. 6 വർഷം മുന്നേ നടന്ന ശബരിമലയിലെ കൊള്ള പുറത്തു വന്നത്. അപ്പോൾ അത് അങ്ങോട്ട് അതിൽ മുങ്ങിപ്പോയി. അപ്പോൾ CPM പഠിക്കേണ്ട പാഠം ഇത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഏതെങ്കിലും ചില വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതല്ല. അത് ഏതെങ്കിലും ചില വിഭാഗങ്ങൾക്ക് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇന്ത്യയിലുണ്ട്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഉണ്ട്, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷേ അത് എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷമായി അല്ലെ 9.5 വർഷമായി കേരളത്തിൽ നടന്ന ഏത് വികസനം എടുത്താലും ഇതിൻ്റെ സിംഹഭാഗം ഫണ്ടും ആര് തന്നതാ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, സെൻട്രൽ സ്പോൺസേർഡ് പദ്ധതി, ഇന്ന് കേരളത്തിൽ ഏറ്റവും വിപുലമായി നടക്കുന്ന അല്ലെങ്കിൽ ബൃഹത്തായ പദ്ധതി, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, നാഷണൽ ഹൈവേ 66 വികസനം, സിംഹഭാഗം ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ. ഇവിടെ ആരോഗ്യ മേഖലയ്ക്ക് വരുന്ന ഫണ്ട്, സിംഹഭാഗം ഫണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ. ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വരുന്ന ഫണ്ട്, സിംഹഭാഗവും കേന്ദ്ര സർക്കാരിൻ്റെ. ഇവിടെ തൊഴിലുറപ്പിന് വരുന്ന പൈസ അത് ഏതാണ്ട് 99.9% കേന്ദ്ര സർക്കാരിൻ്റെ പൈസ. ഇവിടെ റേഷൻ അരി, ഇപ്പോൾ പിണറായി വിജയൻ്റെ വലിയ ഫ്ലെക്സ് ഉണ്ട് എല്ലാ സ്ഥലത്തും. 5,72,000 റേഷൻ കാർഡുകൾ കൊടുത്തു, കേരളത്തിൽ ആർക്കും പട്ടിണിയില്ല. ആരാ അരി തരുന്നത്? ശ്രീ ജോർജ് കുര്യൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഇവിടെ 1 മണി അരി പോലും കേരളത്തിൻ്റെതില്ല, മുഴുവൻ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതാണ്. ഇവിടെ 35 കിലോ അരി സൗജന്യമായി കിട്ടുന്ന മഞ്ഞക്കാടുകാർ, നിങ്ങൾ അരി ഇത് കേന്ദ്ര സർക്കാർ അല്ല, അതെല്ലാ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഫണ്ട് പിരിക്കുന്നുണ്ട്. കാരണം അതിർത്തിയിൽ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലല്ലോ, പിരിച്ചോണ്ട് പോകുന്ന പണത്തിന്റെ കണക്കൂടെ പറയണം. അല്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ സൗജന്യം അല്ലല്ലോ അത്. അല്ല, ഇതെല്ലാം കേരളത്തിന്റെ. അതെ, ആരാണ് അതിർത്തി കാക്കുന്നത്? ഈ രാജ്യത്തിന്റെ രാജ്യരക്ഷയ്ക്ക് വേണ്ടി. അല്ല, കേക്കട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ. ആയിക്കോട്ടെ, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ അറിയാത്തവരാണോ മലയാളികൾ? ഈ പറയുന്നതൊക്കെ മലയാളിയൊക്കെ അറിയിക്കുക. ഇവിടെ അതിർത്തി കാക്കുന്ന അതിൻ്റെ സാമ്പത്തിക ചെലവ് കേന്ദ്രമല്ലേ വഹിക്കുന്നത്? റെയിൽവേ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്കൂസ് അല്ലായിരുന്നോ ഇന്ത്യൻ റെയിൽവേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്കൂസായിരുന്നു. ഇന്ന് നിങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്ക്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനുഷ്യ മാലിന്യം കാണാൻ സാധിക്കുമോ? ചായ കുടിച്ചെറിഞ്ഞ എന്താ പറയുക, കടലാസിൻ്റെ ഗ്ലാസ് ഉണ്ടാവും, ബിസ്ക്കറ്റിൻ്റെ കടലാസ് ഉണ്ടാവും, ലേസിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. മറ്റ് മാലിന്യങ്ങൾ കാണില്ല. റെയിൽവേയിലുണ്ടായ മാറ്റം, നമ്മുടെ സുരക്ഷയിലുണ്ടായ മാറ്റം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര ബോംബ് സ്ഫോടനങ്ങളാണ് ഇവിടെ 10 കൊല്ലം നടന്നത്? ഇന്ന് കാശ്മീർ തീവ്രവാദികൾ ഒറ്റയ്ക്കും തറ്റയ്ക്കും നടത്തുന്നതല്ലാതെ അതേ സമയത്ത് നാം തീവ്രവാദ അക്രമത്തോട് പ്രതികരിച്ച രീതി എങ്ങനെയാ? വിമാനത്താവളങ്ങളുടെ എണ്ണം എത്ര വർദ്ധിച്ചു? ഇവിടെ IIT-കളുടെ എണ്ണം എത്ര വർദ്ധിച്ചു? കേരളത്തിന് IIT കിട്ടിയില്ലേ? കേരളത്തിൽ 9 കേന്ദ്രമന്ത്രിമാരുണ്ടായപ്പോൾ കിട്ടാത്ത IIT കേരളത്തിന് കിട്ടിയില്ലേ? എയിംസ് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ എയിംസ് വരുമായിരുന്നു. അപ്പം അതൊന്നും പറയണ്ട. കേരളത്തിന് ഏറ്റവും കൂടുതൽ കേന്ദ്ര ഫണ്ട് അനുവദിച്ച 3000 കോടിയാണ്, 3,500 കോടി രൂപയാണ് ആവറേജ് ഇയർലി റെയിൽവേ ബഡ്ജറ്റ്. ഈ UPA സർക്കാരിൽ 20 ആൾ സപ്പോർട്ട് ചെയ്തപ്പോൾ 19 ആള് 19ഉം 9ഉം 28 ആള് സപ്പോർട്ട് ചെയ്തപ്പോൾ വന്നത് 300-400 കോടി രൂപയാണ് ഇയർലി റെയിൽവേ ബഡ്ജറ്റിൽ. ഇപ്പം 3,000-4,000 കോടിയാണ്. അപ്പോൾ ഇതൊക്കെ കേന്ദ്രമാണ് കൊടുത്തത്. കേന്ദ്രത്തിൻ്റെ സിംഹഭാഗ ഫണ്ടും കേന്ദ്രത്തിൻ്റെ എവിടെ നടക്കുന്ന ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ മുഴുവൻ. അതേസമയം നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പോൾ തൊഴിലുറപ്പ് മുടങ്ങാതെ നടക്കുന്നു. അയ്യങ്കാളി തൊഴിൽ പദ്ധതി ഉണ്ടോ?
ഉണ്ടോ? നഗരങ്ങളിൽ നടക്കുന്നുണ്ടോ? ഇല്ല, നടക്കുന്നില്ല. കാരണം അത് കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് ഫണ്ടഡ് ആണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിന് പകരം നിങ്ങൾ ഹമാസിലേക്ക് പോകുമ്പോൾ കുറച്ച് വോട്ട് കിട്ടുമ്പോൾ കുറേ വോട്ട് നഷ്ടപ്പെടും. അതൊരു പാഠമാണ്. അത് ഇത്തവണയും സംഭവിച്ചിട്ടുണ്ട്. BJP ഇത്തവണ വളർന്നിട്ടുണ്ടെങ്കിൽ അത് 24-ലെ പോലെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ചെലവിലാണ് ഭൂരിപക്ഷം വോട്ടും അല്ലെങ്കിൽ സിംഹഭാഗവും സംഭവിച്ചിട്ടുണ്ട്. യാഥാർത്ഥ്യം ഇടതുപക്ഷം മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അത് ഒന്നുകൂടി മനസ്സിലാക്കുന്നത് നന്നായി. 24-ൽ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് പറയാനുള്ളത്. കേരളത്തിൽ ഏറ്റവും വർഗീയ ധ്രുവീകരണം നടത്തുന്ന പാർട്ടികളിൽ ഒന്നാണ് CPM എന്ന കാര്യവും അസ്കർ ഓർക്കുക. ഹമാസ് അത്തരത്തിലുള്ള പ്രചരണമൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ. ഓക്കെ.